നമസ്കാരം. മറ്റൊരു വിക്ഷേപണ വിജയം കൂടി ISROയ്ക്ക് സ്വന്തം. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SSLV വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 08 വഹിച്ചുകൊണ്ടാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:17 SSLV കുതിച്ച് ഉയർന്നത്. SSLVയുടെ അവസാന പരീക്ഷണ വിക്ഷേപണമാണ് ഇത്. വിക്ഷേപണ വാഹനം പൂർണ്ണ സജ്ജമായതായി പ്രഖ്യാപിക്കുകയും വാണിജ്യ വിക്ഷേപണങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും. 2002 ഓഗസ്റ്റിൽ നടന്ന ആദ്യ SSLV വിക്ഷേപണം പരാജയമായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്ന 2-ാം വിക്ഷേപണം വിജയമായി. 3-ാം വിക്ഷേപണത്തിൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിലാണ് എത്തിക്കുക. ഒരു വർഷം പ്രവർത്തന കാലാവധിയുള്ള EOS 08 ചെറു ഉപഗ്രഹത്തിൽ 3 നിരീക്ഷണ ഉപകരണങ്ങളാണ് ഉണ്ടാവുക. 175.5 കിലോഗ്രാമാണ് ഭാരം. PSLVക്കും GSLVക്കും പുറമെ ISRO ഉപയോഗിക്കുന്ന 3-ാമത്തെ വിക്ഷേപണ വാഹനമാണ് SSLV. 2 മീറ്റർ വ്യാസവും 34 മീറ്റർ ഉയരവുമുള്ള SSLVക്ക് 120 ടൺ ഭാരമാണ് ഉള്ളത്. 56 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. നിർമ്മാണ സമയവും വിക്ഷേപണ ചെലവും വളരെ കുറവാണ് എന്നതാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന SSLVയുടെ സവിശേഷത.